ഈ കരടിയെ ഒറ്റയ്ക്ക് നേരിടാൻ പോവുകയാണ് ഈ പട്ടിക്കുട്ടി. തന്റെ യജമാന്റെ ജീവൻ രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ കരടിയെ ഒറ്റയ്ക്ക് നേരിടാൻ പോവുകയാണ് നമ്മുടെ ഈ പട്ടിക്കുട്ടി. ഈ സ്ത്രീയെ ആക്രമിക്കുവാനായിട്ട് ഈ കരടി കാട്ടിൽ നിന്ന് ചാടി പാഞ്ഞു കുതിച്ച് ആ സ്ത്രീക്ക് നേരെ വരിക. ആ സമയത്താണ് ഈ സ്ത്രീക്കും ഈ കരടിക്കും ഇടയിലേക്ക് ഈ പട്ടിക്കുഞ്ഞ് ചാടി വീഴുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ പട്ടിയെക്കാളും എത്ര മടങ്ങ് വലിപ്പമുള്ളൊരു ജീവിയാണ് ഈ കരടി. ആ കരടിയുടെ ഇടയ്ക്കായിട്ടാണ് ഈ പട്ടിക്കുഞ്ഞ് ധൈര്യത്തെ ചാടി വീഴുന്നത്. ഈ ധൈര്യം എവിടെ നിന്നുണ്ടായി? കാരണം അതിന് ആഹാരം കൊടുത്ത യജമാനെ രക്ഷിക്കണം. അതിനുവേണ്ടി അതിന്റെ ജീവൻ പോലും പണയം വെച്ച് അത് ഇറങ്ങുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ പട്ടിക്കുട്ടി കുറച്ച് ചാടി വീണപ്പോഴത്തേക്കിന് ശരിക്കും കരടി ഒന്നും ഞെട്ടി. കാരണം എടാ, ഇത്രയും ചെറിയൊരു സാധനം ഇത്രയും വലിയ ആചാരബാഹുവായി എനിക്ക് നേരെ വന്ന് കുരയ്ക്കുന്നു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പട്ടിക്കുട്ടി ഒന്ന് തേമ്പി വിടുവാനായിട്ട് ഇത് അടിക്കുക മാന്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മാന്തുന്ന സമയത്ത് അറിയാം ഇതിന്റെ ഈ കയ്യിലുള്ള നഖമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്, സ്ട്രോങ് ആണ്. ഇപ്പൊ ഈ കുഞ്ഞിന്റെ ദേഹത്തൊക്കെ തട്ടിയിട്ട് മുറിയേയും പോറലൊക്കെ ഏറ്റ് ഇതിന് വേദന എടുക്കുന്നുണ്ടെങ്കിലും ഇത് തിരിഞ്ഞോടുന്നില്ല. ഇത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ചേർത്ത് നിൽക്കാൻ നോക്കുക. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് ആ പെണ്ണുപിള്ളയുടെ കൈ കിട്ടിയ ഒരു സിലിണ്ടർ എടുത്ത് ഈ കരടിയുടെ മോന്തയ്ക്കൊക്കെ വലിച്ചെറിഞ്ഞ സമയത്ത് അത് പേടിച്ച് തിരിച്ച് ഓടുകയാണ്. കാരണം അതിന് വേദന എടുത്തു. അങ്ങനെ ഈ കരടി തിരിച്ച് കാട്ടിലേക്ക് ഓടി പോകുമ്പോ ഈ പട്ടിക്കുഞ്ഞ് ഈ കരടിയുടെ പുറകേലോടുക. കുറച്ച് പുറകെ ഓടി പേടിപ്പിച്ച് ആ കരടി കാട് കയറുന്നവരെ അവിടെ നിന്ന് അത് കുരച്ചു. ശരിക്കും തന്നെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന പലപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു ജീവിയാണ് ഈ പട്ടികൾ എന്ന് പറയുന്നത്. കാരണം കുറച്ച് ആഹാരം അവൻ എപ്പോഴെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് വാലാട്ടി അതിന്റെ സ്നേഹവും നമ്മളെ പ്രകടിപ്പിക്കും.